നമസ്കാരം. ടി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ടി ടോക്കിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ആയുർവേദ ഡോക്ടർ ഗീത സദാനന്ദനാണ്. ഒരുപാട് ആയുർവേദ ക്ലിനിക്കുകൾ പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് യുഎയിലുണ്ട്. ഒരുപാട് ആയുർവേദ ഡോക്ടർമാർ ഓരോരുത്തർക്കും പേഴ്സണലി ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടാവും, ഫാമിലി ഡോക്ടർമാരായിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഒരുപാട് സംശയങ്ങൾ, അതുപോലെ അലോപ്പതിയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം, ഏത് തരത്തിലാണ് പ്രവാസികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യനെ ഗുണം ചെയ്യുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ടി ടോക്കിൽ ആയുർവേദത്തിൽ നിന്നും എത്തിയിരിക്കുന്ന ഡോക്ടർ ഗീതാ സദാനന്ദനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഇനിയുള്ള നാളുകളിൽ ആയുർവേദത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡോക്ടർ ഗീതാ സദാനന്ദൻ നമ്മോടൊപ്പം ഉണ്ടാകും. ഈ വാർത്തയുടെ ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ആയുർവേദം എന്നത് പറയുമ്പോൾ തന്നെ ഒരുപാട് കാലമെടുക്കുന്നതാണ്. പെട്ടെന്നൊന്നും ശമനം ഉണ്ടാവില്ല. കാര്യം, ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. സാധാരണ ഏതെങ്കിലും ഒരു വേദന വരികയാണെങ്കിൽ പെയിൻ കില്ലറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലോപ്പതി ഡോക്ടറെ കാണിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറി അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോകാൻ, ഇതായിരിക്കും ഏത് ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക. കൂടുതൽ ആളുകളും ഡ്രൈവിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ബാക്ക് പെയിൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആയുർവേദ ഡോക്ടറെ കാണിക്കണം എന്നത് ഡോക്ടർ പറയാൻ കാരണം, അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ ചിന്തിക്കുന്ന എന്തുണ്ടായിരിക്കും? ഒരു സാധാരണക്കാരനോട് പറഞ്ഞു കൊടുക്കാൻ ഏതർത്ഥത്തിലാണ് പറ്റുക? ഇപ്പം പറഞ്ഞതുപോലെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം എപ്പോഴും എന്താ ചെയ്യുക, പെയിൻ കില്ലർ, മസിൽ റിലാക്സൻ്റ് പോലുള്ള മെഡിസിൻസ് എടുക്കും, അവർക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാം. പക്ഷേ അത് ഒരു പരിധി വരെയും അടുത്ത കോഴ്സ് എടുക്കുന്നത് വരത്തേക്കാണ് അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടാകുക. പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ ഇപ്പം പറഞ്ഞില്ല ടൈം എടുക്കുമെന്ന്. ആ ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ലോലി കുറഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു 1 ഇയറോ 1.5 ഇയറോ കഴിഞ്ഞിട്ട് റീഒക്കറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരൊരു ഹെവി വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മോശം പോസ്ചർ കൊണ്ടോ മാത്രമേ അത് റീഒക്കറൻസ് വരൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു കണ്ടിന്യൂസ് മെഡിക്കേഷൻ്റെ ആവശ്യം വരത്തില്ല. അതും ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. മെഡിസിൻ മാത്രമായിട്ട് ചെയ്യുക, അങ്ങനെ ആകുമ്പോഴാണ് ഈ പറയുന്ന ടൈം എടുക്കുന്നു എന്നുള്ളത്. അത് ചിലപ്പം 2 to 3 വീക്സ് എടുക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് തെറാപ്പി ചെയ്യാൻ പറ്റും. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള തെറാപ്പികൾ, കറക്ഷൻസ്. ഇപ്പോൾ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ലെംബാഗോ മുതൽ, അതായത് ജസ്റ്റ് സിമ്പിൾ പെയിൻ മുതൽ ക്യാൻസർ വരെയുള്ള ഏത് ഘട്ടങ്ങളും ആകാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യണം. ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ എമർജൻസി ആണെങ്കിലും അക്യൂട്ട് ആണെങ്കിലും ചില കണ്ടീഷൻസ് നമുക്ക് പറ്റത്തില്ല. ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സർജിക്കൽ പ്രൊസീജിയർ വേണ്ടതോ അല്ല ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് പോലുള്ളതൊന്നും നമുക്ക് ആയുർവേദത്തിന് അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നടുവിന് വേദന അല്ലെങ്കിൽ കഴുത്തിന് വേദന എന്നുള്ളത് അതിൻ്റെ റൂട്ട് കോസ് നോക്കിയിട്ട്, അതിപ്പോൾ ഒരു സിമ്പിൾ ബാക്ക് പെയിൻ ആയിട്ട് മസിൽ സ്പാസം ആകാം, ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആകാം, അല്ലെങ്കിൽ ഡിസ്ക് ഡീജനറേഷൻ ആകാം, അതുപോലെ ഉള്ള കണ്ടീഷൻ ഈവൻ റീനൽ സ്റ്റോൺ ആകാം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണം. ഓക്കെ, ഈ ബാക്ക് പെയിൻ ഇത് ഡ്യൂ ടു ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കാരണത്തിന് മെഡിസിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്ഷൻസ് പോലെ ഇപ്പം ബാക്ക് പെയിനിന് നെർവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യുക. കറക്ഷൻസ് ചെയ്തിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റും പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റും കൂടെ ഒന്നിച്ച് ചെയ്യും. അങ്ങനെ ആവുമ്പം റിസൾട്ട് ഒരുപാട് വൈകത്തില്ല. ഞങ്ങളിപ്പം നോർമലി ഒരു അത്യാവശ്യം നല്ലൊരു ബാക്ക് പെയിൻ ഒരു 5 to 8 ഡേയ്സിൽ ട്രീറ്റ്മെൻറ്റിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ കാലതാമസം അല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സാധാരണക്കാരന് ചിലപ്പം ആ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ട്. അത് മേ ബി 2 വീക്സ് to 3 വീക്സ് എടുക്കും. അപ്പോൾ അതിലും പക്ഷേ ഈ റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ചില സമയത്തിൽ ഇപ്പം കോൺസ്റ്റിപ്പേഷൻ പോലെ എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്ത് കാണും, ബ്ലോട്ടിങ് കാണും. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എപ്പോഴും ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം കുറച്ചുകൂടെ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇൻഷുറൻസ് എടുക്കില്ല. അലോപ്പതി ആകുമ്പം എളുപ്പത്തിൽ ഇൻഷുറൻസ് മിക്കവാറും എല്ലാ ക്ലിനിക്കുകളും എടുക്കുന്നതായിരിക്കും. ഇങ്ങനൊരു സംശയം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലാണ് ഇപ്പോൾ ഒരാൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എത്രമാത്രം അഫോർഡബിൾ ആയിരിക്കും റേറ്റിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ സപ്പോർട്ടും എത്രമാത്രമായിരിക്കും? ഇപ്പം നമുക്ക് UAE നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി ആണെങ്കിലും മറ്റു മിനിസ്ട്രികളാണെങ്കിലും ഒരുപാട് ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർ ഇൻഷുറൻസിൽ ഇപ്പം ആയുർവേദം കവേർഡാണ്. നേരത്തെ നമുക്ക് പറയാൻ പ്രീമിയം ഇൻഷുറൻസിലേ ഉള്ളായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ ഇൻഷുറൻസിൽ തന്നെ ആയുർവേദം കവേർഡ് ഉണ്ട്. അത് ഓരോ പർട്ടിക്കുലർ രീതിയിലാണ്. ചിലർക്ക് കൺസൾട്ടേഷൻ മെഡിസിൻ ആയിട്ടാകാം, കൺസൾട്ടേഷൻ തെറാപ്പി ആയിട്ടാകാം, ചിലരിൽ ലിമിറ്റഡ് ആകാം, അൺലിമിറ്റഡ് ആകാം. അപ്പോൾ അതൊന്ന് നമുക്ക് എപ്പോഴും ടേബിൾ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻഷുറൻസിൽ ഒരു ബെനിഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാം.
ഇനി ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കൺസൾട്ടേഷൻ കഴിഞ്ഞ് മെഡിസിൻ കൊണ്ട് മാത്രവും ചികിത്സിക്കാം, മെഡിസിൻ വിത്ത് തെറാപ്പി ചികിത്സിക്കാം, ഒൺലി തെറാപ്പിയും ചികിത്സിക്കാം, വിത്തും ചികിത്സിക്കാം. അപ്പോൾ അത് കാരണം നമുക്ക് അത്രയൊരു എന്താ പറയുക അഫോർഡബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. അത് ഏത് തരത്തിൽ വേണമെങ്കിലും അത് ഡോക്ടർ തീരുമാനിക്കുന്ന പോലെയാണ് അല്ലേ? ഡോക്ടർ അതെ. ഇഷ്ടത്തിനനുസരിച്ച് കാരണം രോഗിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അത് നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അതെ അതെ. അതിൽ ഇപ്പം പറഞ്ഞല്ലോ ആ രോഗിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല തീരെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണ് ആസ് ആൻ ആയുട്രീറ്റ് നമുക്കിപ്പം ഡ്രൈവേഴ്സോ അതുപോലുള്ള അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വന്ന് ഞങ്ങൾ ആ രീതിയിൽ ചികിത്സിക്കാറുണ്ട്. ഞങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ മെഡിസിൻസ് ആണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഫ്രീ ആയിട്ടും കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു പ്രൈസ് കുറച്ചിട്ടിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസുകളിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കാറ്റഗറി മുതൽ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും. അതായത് വളരെ അഫോർഡബിൾ ആയിട്ടും പ്ലസ് എൻഡ് വരെ. ഇപ്പം ചിലർക്ക് 14 ഡേയ്സ് ഇടേണ്ടി വരുവാണെങ്കിൽ നമുക്ക് 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ഇടും. 21 ഡേയ്സ് ഇടണമെങ്കിൽ 21 ഡേയ്സ് ഇടാം. അത് പക്ഷെ കണ്ടീഷൻ വൈസേ ചെയ്യൂ. മോസ്റ്റ്ലി നമ്മൾ ആളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആൾക്ക് തെറാപ്പിയും മെഡിസിനും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 2 വീക്സ് കൊണ്ട് നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെ ഞാൻ ഒരിക്കലും ഒരു മെഡിസിൻ ഒന്നും ഇങ്ങനെ ലൈഫ് ടൈം അങ്ങനൊന്നും നമ്മൾ ആയുട്രീറ്റിൽ ആരും തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ഒരാൾക്ക് മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതും അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്യൂറേഷനിൽ കഴിച്ച് ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് നാൾ കഴിക്കുന്നതിന് പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ കഴിക്കുന്നു മാനേജ് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റൂ. അപ്പം ഞങ്ങൾ 2 to 3 വീക്സ് മെഡിക്കേഷൻ മാത്രമേ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ സ്കിൻ കേസസിലൊക്കെയാണ് അതിൽ കൂടുതൽ വരാറ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ വ്യത്യസ്തമായ അസുഖങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി, ജോലിയുടെ ഒരു സ്ട്രെസ്സ്, ഇതൊക്കെ നമുക്ക് മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകും. അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസിഡിറ്റി, എത്രയോ വർഷമായിട്ട് അൾസറിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ, ഇതിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഇത് എത്ര പെട്ടെന്ന് ഇപ്പോൾ വർഷങ്ങളായിട്ട് അലോപ്പതി എടുത്തിട്ട് മാറാത്ത ഈ മെഡിസിൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ആയുർവേദത്തിൽ എന്താണ് അതിനൊരു റെമഡി ആയിട്ടുള്ളത്? ഈ പറയുന്ന പോലെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണം ആദ്യം. ഇതൊരു സിമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് ആണോ, അതോ ഇനിയിപ്പോൾ പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എച്ച് പൈലോറി പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ? കാരണം നമുക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇത് മനസ്സിലാകും. അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാകും. അതൊക്കെ വെച്ചിട്ട് മെജോറിറ്റി ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞ് ഒരു 6 months 1 year ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഒരു ഫയൽ ഉണ്ടാവും. നമുക്കത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ ചിലപ്പോൾ എച്ച് പൈലോറി ഉണ്ടാവും, അത് ട്രീറ്റഡ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. പിന്നെ ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈസോഫാഗസിൻ്റെ ഒരു പാർട്ട് ഹെർണിയേറ്റ് ആവുക, അതായത് സ്റ്റൊമക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാർട്ട്. അപ്പോൾ അതുകൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ എന്ത് റീസൺ ആണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹയറ്റസ് ഹെർണിയ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വലിയ ഓപ്ഷൻസ് ഇല്ല. നമുക്ക് അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് ഒരു പോസ്ചർ കറക്ഷനും ഒക്കെ ആയിട്ട് നോക്കിയിട്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ്. അപ്പം പിന്നെ പെപ്റ്റിക് അൾസറോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറോ ഒക്കെ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കണം. മെഡിസിൻസ് ഉണ്ട്, ആയുർവേദത്തിൽ മെഡിസിൻസ് ഉണ്ട്. അത് ഒരു രീതിയിലും അവരുടെ ഫെർദർ ഗ്യാസ്ട്രൈറ്റിസിനെ ഇൻഡ്യൂസ് ചെയ്യാതെ നിലവിലുള്ളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ അതിനെ ഹീൽ ചെയ്യാൻ കൊടുക്കണം. ആദ്യം ഇൻഫ്ലമേഷൻ കുറയ്ക്കണം, പിന്നെ ഒരു കോട്ടിംഗ് പോലെ കൊടുത്തിട്ട് അതിനെ ഹീൽ ചെയ്യിപ്പിക്കണം. അത് ഹീൽ ചെയ്യാൻ ഒരു ടൈം എടുക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ 2 to 3 വീക്സ് മെഡിക്കേഷൻ ആയിരിക്കത്തില്ല, സ്ലോ മെഡിക്കേഷൻ ആയിരിക്കും. പക്ഷെ അത് മേ ബി 1 to 1.5 months വരെയും പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീൽ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയും ഗ്യാസ്ട്രിക് കേസസ്. പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് എപ്പോഴും പ്രവാസിയെ സംബന്ധിച്ച് ഒരുപാട് കൂടുതലാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, പിന്നെ അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് വളരെ കുറയും, സമയത്തിന് ഉറങ്ങുമില്ല. അപ്പം നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആകും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു ബോഡിക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് പോകും. കാരണം നമുക്കൊരു സൈക്കിൾ ഉണ്ടല്ലോ, ആ സൈക്കിളിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേന് ബോഡി റെഡി ആയിരിക്കും ഇപ്പോൾ ഒരു സമയത്തെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ ഫുഡ് കൊടുത്തില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വോൾസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം പ്രവാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യവും. അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക. പിന്നെ വൺസ് ഗ്യാസ്ട്രൈറ്റിസ് വന്നതോ അല്ലെങ്കിൽ വരാതിരിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് 5 meal ഡയറ്റ് ചെറിയ പോർഷൻസിൽ മാനേജ് ചെയ്യാന്നുള്ളത്.
അതായത് 3 മെയിൻ മീലാണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ബിറ്റ്വീൻ ടൈമിൽ, അതായത് ഒരു 11:00, 3:00 അല്ലെ 4:00 ടൈമിലേക്ക് ചെറിയ മീൽസ് എടുക്കുക. അപ്പം നമുക്ക് ചെറിയ ടൈമിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. ഇപ്പോൾ 1:00 എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 1-ന് കഴിക്കാതെ 1:30 കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 11 നമ്മളവിടെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീൽ 2 to 2.5 അവേഴ്സിൽ ഡൈജസ്റ്റ് ചെയ്ത് മാറും. അപ്പോഴത്തേനും അടുത്ത പ്രിപ്പയർ ആകത്തുള്ളൂ ബോഡി. അപ്പോൾ ഒരു 1.5 അവറാണ് എക്സാക്ട്ലി പറയുക. എന്നാലും ഒരു 2 അവർ 2.5 അവറിൽ നമുക്ക് അടുത്തൊരു സ്മോൾ മീൽ കഴിക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ പിത്തം എന്ന് പറയുന്ന സാധനം റെഡിയാണ് ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഫുഡ് ചെന്നാൽ ഈസി ആയിട്ട് ഡൈജസ്റ്റഡ് ആകും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അതേപോലെ വാട്ടർ ഇൻടേക്ക്. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു ആരോഗ്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവരോട് പറയാനുള്ളൊരു ഭക്ഷണത്തിൻ്റെ ഒരു ശീലം, അതായത് ഡോക്ടർ എങ്ങനെയാണ് അതൊന്ന് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം ഏത് ടൈം എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആയുർവേദത്തിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇപ്പം ആയുർവേദത്തിലൂടെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം അറിയാലോ, ഒരു ലൈഫ് സയൻസ് ആണ്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സീസണുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്നത് രാവിലെ എപ്പോൾ എണീക്കണം, ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ എന്നാണ് പറയുക. അതായത് അത് ഇവിടെ മെജോറിറ്റിയും ഫോളോ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ വൺസ് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച്, ഇവിടെ ഒരുപാട് ഷെഡ്യൂൾസ് ചേഞ്ച് ഉണ്ടല്ലോ. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, ഡേ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡേയിൽ 3 ഷിഫ്റ്റുകളുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട്. അപ്പോൾ അവരവരുടെ ഷിഫ്റ്റ് അനുസരിച്ച്, അവരവരുടെ ഡ്യൂട്ടി അനുസരിച്ച് നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു നോർമൽ ഷിഫ്റ്റിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ എണീറ്റ് 1 to 1.5 അവറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഞാൻ നോർമലി പറഞ്ഞു കൊടുക്കുന്നത്, രാവിലെ എണീറ്റാൽ ഉടനെ 0 കലോറി വാട്ടർ, അതായത് ജ്യൂസ് അല്ല, ചായയല്ല, കോഫിയല്ല, പ്ലെയിൻ വാട്ടർ. അത് ഒന്നുകിൽ ലൈറ്റ് വാം വാട്ടർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വാട്ടർ നല്ല രീതിയിൽ ഒരു 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ ഒരു നല്ല ക്വാണ്ടിറ്റി കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കും. ഒരു 1 to 1.5 അവറിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഒരു 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് യൂറിൻ പോകും. അപ്പം തന്നെ രാവിലെ ഒരു ഫ്ലഷിങ് നടക്കും, ഒരു ഡീടോക്സിഫിക്കേഷനോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 അവർ കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റും, ഒരു അഡൽട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, വേണ്ട വെജിറ്റബിൾസ്, അങ്ങനെ ഒരു മീൽ എപ്പോഴും പ്ലാൻ ചെയ്യണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ 5 മീൽ ഡയറ്റിൽ പോവുകയാണെങ്കിൽ മിഡ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പ്രാക്ടീസ് ചെയ്യാം. ഫ്രൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫില്ലിംഗ് ആയിരിക്കും. അതേപോലെ ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കണം. പിന്നെ ഒരു ലഞ്ച് ടൈം എന്ന് പറയുന്നത് 1 to 2:00 ഇടയ്ക്കാവുമ്പോൾ എഗെയിൻ ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനും വെജിറ്റബിൾസ്, അത് ഏത് ഫോം ഓഫ് പ്രോട്ടീനും ആകാം, അത് വെജിറ്റബിളോ നോൺ വെജോ എന്തുമായാലും. പിന്നെ അതുപോലെ വീണ്ടും 3:34 എന്നുള്ള കൺസിഡർ ചെയ്തിട്ട് വീണ്ടും നട്ട്സ് എന്തെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുക, അല്ല ചെറിയ സലാഡ്സ് എന്തെങ്കിലും കഴിക്കാം. ഈവൻ സമ്മറിലാണെങ്കിൽ ബട്ടർ മിൽക്ക് കുടിക്കാം. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഡിന്നർ, എല്ലാവർക്കും വലിയ ബ്രേക്ക് വരുന്ന എപ്പോഴും ലഞ്ചും ഡിന്നറും തമ്മിലാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഡിന്നർ ആസ് ഏർലി കഴിക്കുക. പണ്ട് പറയത്തില്ലേ സൂര്യാസ്തമനത്തിന് മുമ്പ് കഴിക്കണം എന്നാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് ലേറ്റ് ഡിന്നറാണ്. ഒബേസിറ്റിക്ക് ആയാലും, ഇപ്പം കാർഡിയാക് അറസ്റ്റ് പോലുള്ള ഡിസീസസ് ആയാലും, ഹൈപ്പർ ടെൻഷൻ ആയാലും, ഹൈപ്പർ ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ, ഇതെല്ലാത്തിനും കാരണം ലേറ്റ് ഡിന്നറാണ്. അപ്പോൾ ആ ലേറ്റ് ഡിന്നർ എന്നുള്ളതൊന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഡിന്നറിൽ ഇപ്പം ഒരു ഹെൽത്തി അഡൽട്ട് ആണെങ്കിൽ, ഡയബറ്റീസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വെരി മിനിമൽ ഫുഡായിട്ട് കട്ട് ഡൗൺ ചെയ്യുക. ഇപ്പം ഡയബറ്റീസിനാണെങ്കിൽ പറ്റില്ല, ഗ്യാസ്ട്രൈറ്റിസിനാണെങ്കിലും പറ്റില്ല, അവർക്കൊരു മീല് വേണ്ടി വരും. പക്ഷേ അതുപോലെ മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വെരി മിനിമലി, അതിപ്പോൾ ഒരു സലാഡാകാം, ഒരു സൂപ്പാകാം, അത്രകൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് രാത്രിയിൽ വീണ്ടും നമ്മുടെ സിസ്റ്റം ഉറങ്ങാൻ പോവാണ്. അപ്പം നമുക്കതിൻ്റെ ഒരു എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുവഴി നമുക്ക് കുറേ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഉറക്കം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മിക്കവാറും ആളുകൾക്ക് ഉറക്കം, പ്രവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം ഉറക്കൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഉറക്കം കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റെമഡി ഉൾപ്പെടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഉറക്കക്കുറവ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. അത് പല രോഗങ്ങൾക്കും കാരണമാണ്. അതെ സെൽഫോൺ അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ ഉറങ്ങുന്ന പരമാവധി സമയം നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് അതിന് ആയുർവേദത്തിൽ അതിനുള്ളൊരു പരിഹാരം?
നമ്മൾ ആയുർവേദത്തിൽ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിൽ ഉറക്കവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി ഷെഡ്യൂൾ നോർമലി പോകുന്ന ഒരാൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു 8 hours സ്ലീപ്പ്, അത് 6 to 8 hours എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് മിനിമം 2 to 2.5 hours ബ്രേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ പോകേണ്ടത്. അത് കറക്റ്റ് ഒരു ഷെഡ്യൂളിലായിരിക്കണം. 10 മണിക്ക് ഉറങ്ങുന്ന ആൾ എന്നും 10 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. 10:30 10:30 ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു ശരീരത്തിൻ്റെ ഒരു സൈക്കിളായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഹാബിറ്റിലോട്ട് വരും. അത് തന്നെയാണ് ഇവിടെ വരുന്ന വലിയ മിസ്റ്റേക്കും. ഇന്ന് 10-ന് ഉറങ്ങിയാൽ നാളെ 11-ന് ഉറങ്ങും, മറ്റേന്ന് 1 മണിക്ക് ഉറങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ബോഡി കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ വെക്കുക. അപ്പോൾ ഏർലി ഉറങ്ങിയിട്ട് ഏർലി എണീക്കുക എന്നുള്ളതാണ് കറക്റ്റ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഷെഡ്യൂൾ. ചിലർ 10 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അവരോട് നമ്മൾ 8 മണിക്ക് ഉറങ്ങാനെന്ന് പറഞ്ഞാലോ 10-നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം 11-11:30 എന്നും അതേ ടൈമിൽ ഉറങ്ങുക, ഒരേ സമയത്ത് എണീക്കുക. അപ്പോൾ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആകും. പിന്നെ അതുപോലെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഉള്ളവർ, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ളത്, രാവിലെ വന്നിട്ട് ഒന്നുകിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല, എന്നിട്ട് ഫുൾ ഡേ കിടന്നുറങ്ങും, എന്നിട്ട് 4 മണിക്ക് എണീക്കും. അങ്ങനെയല്ല, രാത്രിയിലെ ഉറക്കം പകല് മാനേജ് ചെയ്യേണ്ടത് ആ രീതിയിലല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചെറിയ നാപ്പ് എടുക്കുക, മേ ബി 1 to 1.5 hour, എന്നിട്ട് ലഞ്ച് കഴിക്കുക, എന്നിട്ട് ആഫ്റ്റർനൂണും ചെറിയ നാപ്പ് എടുത്തിട്ട് ഉറക്കുക. കാര്യം രാത്രിയിലെ 8 hours പകരം നമ്മൾ പകൽ 8 hours ഉറങ്ങരുത്. എനിക്ക് തോന്നുന്നത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന മിക്കവാറും ആളുകളുടെ ഒരു ധാരണ അങ്ങനെയാണ്. കാരണം 8 hours കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉറങ്ങി തീർക്കുക. അതെ, ചെയ്യരുതെന്നാണോ? ചെയ്യരുത്. അപ്പം നമ്മുടെ ഫുഡ് എല്ലാം പോയില്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഋതുവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സീസൺസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് പകലുറക്കം എങ്ങനെയെന്നുള്ളത്. അത് ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം നമ്മുടെ മീൽസ് പോകുന്നില്ല, നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും, എന്നാൽ നമുക്ക് വേണ്ട ഉറക്കവും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് മാനേജ് ചെയ്യാം. ഈ ഉറക്കക്കുറവ് ഏതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കാണാറുണ്ടോ? അങ്ങനത്തെ കേസുകൾ വരാറുണ്ടോ? ഉറക്കക്കുറവ് സ്ഥിരമായിട്ട് പറയും, വരുമ്പോൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റു പല അസുഖങ്ങളും അതിട്ടൊരു അങ്ങനെയുണ്ടോ? വയറിന് അസുഖങ്ങൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കമായിരിക്കുമോ ചിലപ്പോൾ ഉറക്കക്കുറവ്? ഉണ്ട്, 2 രീതിയിലും ആകാം. ചില അസുഖങ്ങളുടെ സിംറ്റമായിട്ട് ഉറക്കക്കുറവ് വരാം. ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ പല മറ്റ് അസുഖങ്ങൾ വരികയും ചെയ്യാം. 2 രീതിയിലും ആകാം. ഇപ്പം സിവിയർ ഗ്യാസ് ബ്ലോട്ടിംഗ് ഉള്ള ഒരാൾ, ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ഒരാൾ ഉറക്കം പോകും. കാര്യം അദ്ദേഹത്തിൻ്റെ പോസ്ചറുകൾ ശരിയാകത്തില്ല. അപ്പം റീഗർജിറ്റേഷൻ വരും, ഗേർഡ് എന്ന് പറയും. അപ്പം കയറി വരുമ്പോൾ അവരുടെ ഉറക്കത്തിന് അത് ഡിസ്റ്റർബ് ആകും. പല ഏക്സ് ആൻഡ് പെയിൻസ്, അങ്ങനെ ഒരുപാട് കണ്ടീഷനുകളിൽ നമുക്ക് ഉറക്കം പോകാറുണ്ട്. നമ്മളെപ്പോഴും പറയും നമുക്ക് വാദം, പിത്തം, കഫം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ വാദം എപ്പോഴും അഗ്രവേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിന് കാരണക്കാരൻ കഫം നല്ല രീതിയിലുണ്ടെങ്കിൽ ഉറങ്ങും. അപ്പം വാദം മോശമായിട്ട് നിന്നാൽ മറ്റു പിത്തത്തിനെയും കഫത്തിനെയും മോശമാക്കിക്കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് വരുമോ. അത് ഐദർ ഒരു ഡിസീസ് കൊണ്ടാകാം, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന ഒരു ഡിസീസിലോട്ടാകാം. ഇപ്പം കുറേ പേർക്കുണ്ട് ഇപ്പം സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അതീ പറയുന്ന പോലെ പാറ്റേൺസ് ഇറഗുലർ ആയിരിക്കും. ഇപ്പം 10 o'clock അല്ലെങ്കിൽ 11 o'clock 12 അങ്ങനെ മാറിയിട്ട് പിന്നെ അവർക്കൊരു ഉറക്കം കിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ നോസ് ബ്ലോക്ക്, പിന്നെ വെയിറ്റ്, ഒബേസിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മെജോറിറ്റി സ്ലീപ്പ് ആപ്നിയ നോക്കുമ്പോഴേ ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ കാണാറ്. അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പ് ആപ്നിയ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ബ്രീത്ത് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ചിലപ്പോൾ ഞെട്ടി ഉണരും, പക്ഷേ അത് സ്ലോലി അങ്ങോട്ട് പോകുന്നൊരു ശരിക്കും ഒരു ലൈഫ് ത്രെട്ടനിങ് ആണത്. കാരണം ബ്രീത്ത് ചെയ്യാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതൊരു ഡിസീസിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഒക്കെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരുപാട് മെഷീനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ കാരണം കണ്ട് ട്രീറ്റ് ചെയ്യണം. ഒബേസിറ്റി ആണോ, വണ്ണം കുറയ്ക്കണം. മൂക്കിൻ്റെ അടവാണെങ്കിൽ അത് മാറ്റണം. നെർവ്സ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിരോധാര പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നെ വേണം. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റും എക്സസൈസും. കാര്യം ശരീരത്തിന് ഓക്സിജൻ എടുക്കാൻ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് വന്നാലേ നമുക്ക് ഉറക്കം ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അതൊരു ഡിസീസിലോട്ട് മാറാതിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആയർ ട്രീറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇന്നത്തെ ഒരു ഏകദേശം ഈ ടോക്കിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുന്നു. മറ്റൊരുപാട് ക്ലിനിക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ദുബായിൽ തന്നെ ഒരുപാട് മെഡിക്കൽ സെൻ്ററുകൾ, ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. എന്തിന് ഒരാൾ ആയർ ട്രീറ്റിലേക്ക് വരണം? നമ്മൾ കൊടുക്കുന്നൊരു പ്രത്യേകത എന്താണ് എന്നുള്ളത് കൂടി പറയാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലിനിക്ക് എനിക്ക് സിലിക്കൺ ഒയാസിസിലും അതുപോലെ തന്നെ DIPയിലും 2 സ്ഥാപനങ്ങളാണുള്ളത്. 2 സ്ഥലത്തും ഡോക്ടർ ഗീതാ സദാനന്ദൻ്റെ സേവനം നിങ്ങൾക്ക് ഏത് സമയത്തും കിട്ടുമെന്നുള്ളതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്യാറുണ്ട് പലപ്പോഴും പല ആളുകൾക്കും. എന്താണ് നമ്മുടെ ആയർ ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത? മറ്റുള്ളതിൽ നിന്നും മാറ്റം അല്ലെങ്കിൽ വ്യത്യസ്തത എന്താണ്? നമ്മൾ ആയർ ട്രീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ
ഒരു ഒതൻറ്റിക് ആയുർവേദം UAE പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് day 1 till now നമ്മളത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു 5 ഡോക്ടേഴ്സിൻ്റെ പാനൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കേസസ് വന്നാൽ ഞങ്ങൾക്ക് ഡിസ്കഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഫൈനലിലോട്ട് എത്താനാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാ സ്റ്റാഫും അതിന് എവിടുന്ന് ഞങ്ങൾ റിക്രൂട്ട് ചെയ്താലും ആ സ്റ്റാഫ് ഞങ്ങളുടെ അണ്ടറിൽ ട്രെയിൻഡ് ആണ്. അത് നമ്മൾ 100% ഷുവർ ആക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആയുട്രീറ്റിൻ്റെ പാറ്റേൺ ഏതോ അതുവല്ലായിരിക്കും ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. എവിടുന്ന് എടുത്താലും ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ട്രെയിൻ ചെയ്യും. അപ്പം നമുക്ക് ഷുവറാണ് ഏത് പേഷ്യൻറ്റിനും ഒരേ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മെഡിസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രോപ്പറായിട്ട് ഓയിൽ, ഇപ്പോൾ ഒരു പെയിൻ വരുന്ന ഒരാൾക്ക് അതിന് പറ്റിയ ഓയിൽസ്, ഒരു സ്കിന്നിൻ്റെ കേസിനാണ് അതിന് പറ്റിയ ഓയിൽസ്, ഒരു റിലാക്സേഷൻ കൺസെപ്റ്റാണ്, അത് ശിരോധാരയ്ക്കാണ്, ഇതിനെല്ലാം ഇപ്പോൾ ക്ഷീരബല പോലെയുള്ള എല്ലാ ടോപ്പ് ക്വാളിറ്റി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അത് വൈദ്യരത്നം ആയാലും കോട്ടക്കലിൻ്റെ ആയാലും നാഗാർജുന ആയാലും അതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളിലെ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. അത് മരുന്നുകളൊക്കെ നമ്മളെ ക്ലിനിക്കിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് നമ്മുടെ ക്ലിനിക്കിലുണ്ട്. നമ്മൾ അധികം ഡിസ്പെൻസ് ചെയ്യാറില്ല മെഡിസിൻസ്. പക്ഷേ നമ്മുടെ എല്ലാ മെഡിസിൻസും നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ തെറാപ്പി ബേസാണ്. മറ്റേ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ആയാലും കൊടുക്കാൻ പറ്റും. അപ്പോൾ തെറാപ്പി ബേസ് ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാം തെറാപ്യൂട്ടിക് ഓയിൽസാണ്. അതിലിന് 100% ഞാൻ ഗ്യാരണ്ടിയാണ്. അതേപോലെ തന്നെ കോസ്മെറ്റോളജി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് ഓരോ സ്കിൻ ടൈപ്പിനും, ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിലും കോംപ്ലക്സ് ഓയിലി ആണെങ്കിലും അങ്ങനെയുള്ള ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ നമുക്ക് ഓരോ ദിവസം സംസാരിക്കാം. അതൊക്കെ സെഗ്മെൻ്റായിട്ട് തന്നെ സംസാരിക്കാം. ഒപ്പം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ സ്ഥാപനമുള്ളത്, വരാനുള്ള ആളുകൾക്ക് ക്ലിനിക്കിലേക്കുള്ളൊരു എവിടെ ബ്രാഞ്ച് എവിടെയാണ്, എങ്ങനെ വരും എന്നുള്ളത് കൂടി പറഞ്ഞ് ഡോക്ടറുടെ നമ്പർ കൂടി പറഞ്ഞു നമുക്ക് അവസാനം. നമുക്ക് സിലിക്കൺ ഒയാസിസിലാണ് ദ ഐക്കൺ അറ്റ് DSO എന്ന് പറഞ്ഞിട്ടൊരു ടവറാണ്. അത് നമ്മുടെ പ്രീമിയർ ഇൻ ഹോട്ടലിൻ്റെ നെക്സ്റ്റ് ബിൽഡിംഗ് ആണ്. അത് നമ്മളിപ്പോൾ 3 years ആയി. 1 year ആയിട്ട് DIP 1 ജംഗ്ഷൻ മോളിൽ മെസ്നൈൻ ഫ്ലോറിൽ ഒരു ക്ലിനിക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സിലിക്കൺ ഒയാസിസിലെ നമ്പർ 058-820-4172, DIP 1 052-940-4322. അപ്പോൾ ഈ 2 നമ്പറിൽ വിളിച്ചാലും അവൈലബിൾ ആണ്. ഞാൻ DSOയിൽ DIPയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വീക്കിലി 3 days DSOയിൽ ഉണ്ടാവും, 3 days DIP ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് നമ്പറിൽ വിളിച്ചാലും അവൈലബിലിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് 4 ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ട്. അപ്പം അവർ എല്ലാ ഫോളോ അപ്സും കാര്യങ്ങളും എല്ലാവരും ചെയ്യും. എന്തായാലും സന്തോഷം. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് വ്യത്യസ്തമായ ഓരോരോ മേഖലകൾ തിരിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആളുകളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ചില ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നമ്മൾ അടുത്ത ദിവസങ്ങളിലുള്ള ടോക്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ